നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ നിയമസഭാ നിയോജക മണ്ഡലം വിജയതിലകം 2025 സംഘടിപ്പിച്ചു. +2 പരീക്ഷയിൽ മണ്ഡലത്തിൽ നിന്നും മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന പരിപാടി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പല രംഗത്തും ആരോഗ്യത്തിൽ പല കാര്യങ്ങളിലും നേടിക്കൊണ്ടിരിക്കുകയാണ് കേരളം. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. അത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ്, വിദ്യാർത്ഥിന്റെ വന്നതാണ്. ആ വിജയതിലകം അണിയാൻ കാരണക്കാരായവർ നിങ്ങളുണ്ടാകും. നിങ്ങളെ വിളിച്ചു ചേർന്നിട്ടുള്ള ഒരുപാട് ജേതാക്കളായിട്ട് പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, അവരുടെ രക്ഷാകർത്താക്കൾ, അധ്യാപകന്മാർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാകും. കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് ആ പ്രാധാന്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രികൾക്കറിയും. കോവിഡ് കാലത്ത് പോലും കുട്ടികൾക്ക് ഒരു നിമിഷം നഷ്ടപ്പെട്ടു പോകരുത്, ചെറിയ മക്കൾക്ക് ഓൺലൈനിൽ ഇവിടെ പറഞ്ഞു എല്ലാ SSC പരീക്ഷ എന്നൊക്കെ പറഞ്ഞു മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. SSC പരീക്ഷ കേരളത്തിൽ മാറ്റിവെക്കണം. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പരീക്ഷ മാറ്റിവെച്ചാൽ പൂർവ്വ വിദ്യാഭ്യാസത്തിന് പ്രയാസമില്ല. കേരളത്തിലെ SSC പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരീക്ഷയാണ് കേരളത്തിലെ SSC പരീക്ഷ. ആ പരീക്ഷയാണ് ഇപ്പോഴത്തെ ആ പരീക്ഷയിൽ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് PK അൻവർ അധ്യക്ഷനായി. സിനി ആർട്ടിസ്റ്റ് KS ജോബി മുഖ്യപ്രഭാഷണം നടത്തി. ഇപ്പോൾ ഇവിടെ എൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി എനിക്ക് തന്ന ഈ പടം ഒരു ദിനപോലെ സൂക്ഷിക്കുന്നതാണ്. മഹാത്മാഗാന്ധി വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. വെള്ളവും വെളിച്ചവും പോലെ, വായുവും വെള്ളവും വെളിച്ചത്തിലെ പോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തെയും കരുതണം എന്ന്. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെ. ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ, ആരുടെ കൂടെ നിൽക്കും, നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ, നേരിന്റെ കൂടെ നിൽക്കും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ, M ഉണ്ണികൃഷ്ണൻ, PC അശോകൻ, K ധീരജ്, PP ബാബു എന്നിവർ സംസാരിച്ചു. മണ്ഡലം വിദ്യാഭ്യാസ സമിതി കൺവീനർ MT സുധീന്ദ്രൻ സ്വാഗതവും പ്രദീപൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല, മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.